അപ്പൊ മക്കളെ, ഖത്തറിൽ ഫ്രൈഡേ ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എണീച്ചൊരു 11 മണിയൊക്കെ ആയപ്പോ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ പോയി ജുമയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലാണ് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അതാണ് സെഞ്ചുറി ഹോട്ടൽ. അങ്ങനെ അവിടെ എത്തിയപ്പോയോ നമുക്ക് സീറ്റില്ല ഗൈസ്. അങ്ങനെ സീറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, പിന്നെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് അവസാനം സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സീറ്റ് കിട്ടിയായിരുന്നു തന്നെ നമുക്ക് പായസം കിട്ടിക്കാനും. അങ്ങനെ അത് കുടിച്ച് അതിന് നല്ല കൊണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2 ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇപ്രാവശ്യം ബീഫ് ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മട്ടൺ ആയിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ ഇവൻ പറഞ്ഞു എന്നോട് രണ്ടാമതും പായസം കിട്ടുന്നു. അങ്ങനെ ഞാൻ രണ്ടാമതും പായസം വാങ്ങി കുടിച്ചു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. അപ്പൊ ഞങ്ങൾ നേരെ മെട്രോയിലേക്ക് വെച്ച് പിടിച്ചു. മെട്രോയിൽ നല്ല തണുപ്പുണ്ടാവും. 2 റുപ്യ കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് നല്ല തണുപ്പും നല്ല സന്തോഷത്തോടു കൂടി റാഹത്തോടു കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ മെട്രോയിലേക്ക് കയറി ഗൈസ്. നിങ്ങൾ ഇവിടുത്തെ മെട്രോയിലും കണ്ടുക്കോ, എന്ത് ക്ലീനാലേ, നല്ല രസമുണ്ട്, നല്ല നീറ്റായിട്ട് കൊണ്ടെടുക്കുന്നുണ്ട്. നമുക്ക് വേണം ഇവിടെ കിടന്നുറങ്ങുക വരെ ചെയ്യാം, അത്രയും നീറ്റാണ്. നമ്മൾ മെട്രോയിൽ എവിടെ പോയാലും നമ്മൾ 2 റുപ്യ കൊടുത്താൽ മതി. അപ്പൊ സിനാൻ പറഞ്ഞ് നമുക്ക് വേണേ വെൻഡോ മാളിൽ പോവാന്ന്. അങ്ങനെ നമ്മൾ വെൻഡോ മാളിലേക്ക് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ അടുത്ത മെട്രോക്ക് തന്നെ വെൻഡോ മാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. വെൻഡോ മാൾ എന്ന് വെച്ചാൽ ഖത്തറിലെ ഫേമസ് ആൻഡ് ലക്ഷറിയസ് മാളാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, അത് കാണാൻ വേണ്ടിയാ പോകുന്നത്. അങ്ങനെ നമ്മൾ മെട്രോയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. പിന്നെ മെട്രോ ഇറങ്ങിയിട്ട് പിന്നെ ട്രാമിൽ പോകണം നമുക്ക് അവിടെ എത്തണമെങ്കിൽ. അങ്ങനെ ട്രാമിന്റെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാ പോകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ട്രാമിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. ആണെങ്കിൽ ഒരു മിനി മെട്രോ എന്നൊക്കെ വേണേ പറയാ. ഞാൻ മുമ്പ് മിസേരിന്ന് കയറിയിരിക്കുന്നു ട്രാമില്. പക്ഷെങ്കിൽ അത് വേറെ തന്നെ ഒരു ചെറിയ ട്രാമായിരുന്നു. പക്ഷെ ഇതൊരു ട്രെയിൻ പോലെ തന്നെ, ഒരു ചെറിയൊരു ട്രെയിനൊക്കെ പോലെ തന്നെയുള്ള സെറ്റപ്പ് ആയിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ട്രാമെന്ന് നേരെ വന്ന് ഇറങ്ങുന്ന വെൻഡോമിന്റെ ഗേറ്റ് 1ലാണ്. ആദ്യം തന്നെ നമ്മളെ കണ്ണുപെട്ടത് പുള്ളാൻ ബെയർ ആയിരുന്നു. അങ്ങനെ പുള്ളാൻ ബെയർ നല്ല സെറ്റ് സാധനമാണ്. അങ്ങനെ നമ്മളൊന്നും നോക്കിയില്ല, 2 ടീഷർട്ട് എടുത്ത് നല്ല ട്രൈ ഒക്കെ ചെയ്തു. നല്ല രസമുള്ള ടീഷർട്ട് ആയിരുന്നു. അറിയാലോ, സാധനം തിരിച്ചവിടെ തന്നെ വെച്ച് നമ്മൾ ഇറങ്ങി പോന്നു. പിന്നെ നമ്മൾ വെൻഡോ മാളിലെ മറ്റു പല കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമുള്ള കുറെ സാധനങ്ങളുണ്ട് അവിടെ കാണാന്. പിന്നെ നമ്മൾ സമയം നോക്കുമ്പോൾ കുറെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ പോയാലേ നമുക്ക് 10:30ക്കുള്ള ബസ് പിടിക്കാൻ പറ്റൂ. അപ്പൊ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ സിറ്റി സെന്ററിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. നേരെ ഞാനും സിനാനും റൂം പോയി കിടന്നുറങ്ങി. അപ്പൊ ഓക്കെ ബൈ.